ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീനോട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. ചെമ്മീനൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തതിൻ്റെ ശേഷമാണ് ഈ സ്നാക്കിനുള്ള കൂട്ടൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ചെമ്മീനൊന്ന് ആദ്യം ക്ലീൻ ചെയ്തെടുക്കണം. ഇപ്പം ഞാനത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. വല്ലാണ്ട് ഫൈൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാനിത് ക്രഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ്ഡ് സവാള ചെറുതാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതാക്കി ചോപ്പ് ചെയ്തത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പച്ചമുളക് കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ചെറുതാക്കി കട്ട് ചെയ്തത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ നമുക്ക് ഈ സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ കൈ കൊണ്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുമ്പോൾ ഒരിത്തിരി വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനിത് കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിത് കൈവച്ചിട്ട് ഷേപ്പ് ചെയ്യാൻ പറ്റിയ പാകത്തിന് വേണം കുഴച്ചെടുക്കാൻ. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാൻ തുടങ്ങാം. ഞാനത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. നിങ്ങൾക്കിതിന് കട്ട്ലറ്റിൻ്റെ ഷേപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ റെഡിയാക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് പൊരിച്ചെടുക്കാൻ, എന്നാലേ ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. ഒരു സൈഡ് ബ്രൗൺ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള മാവും നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഈ സ്നാക്ക് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ചെമ്മീനോട് ഉണ്ടാക്കിയ ഈ സ്നാക്ക് നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എനിക്ക് അറിയിക്കണം. മീൻ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.